സിനിമയിൽ മഞ്ജു വാര്യരുടെ കരിയർ ഗ്രാഫ് ഉയരുകയാണ്. കൊമേഴ്ഷ്യൽ ചിത്രങ്ങളുടെ ഭാഗമാകുമ്പോഴും വിടുതലൈ 2 പോലെയുള്ള സിനിമകളുടെ ഭാഗമാകാനും മഞ്ജു വാര്യർക്ക് സാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും അധികം പ്രശംസിക്കപ്പെടേണ്ടത്. അസുരൻ പോലെയുള്ള സിനിമകൾ അതിന് ഉദാഹരണമാണ്. സോഷ്യൽ മീഡിയയെ ഏറ്റെടുത്ത മനസ്സിലായോ സോങ്ങിന് ശേഷം ഇപ്പോൾ മഞ്ജുവിന്റെ മറ്റൊരു വീഡിയോ കൂടി ട്രെൻഡിങ്ങിൽ വന്നിരിക്കുകയാണ്. മഞ്ജു വാര്യരും രജനീകാന്തും ഒരുമിച്ചുള്ള വേട്ടയനിലെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. വേട്ടയന്റെ നായിക കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന തലൈവരുടെ വീഡിയോയാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. രജനീകാന്തിന്റെ ഭാര്യ കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ മഞ്ജു വാര്യർ എത്തുക എന്നാണ് റിപ്പോർട്ട്. താര എന്നാണ് മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന്റെ പേര്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വേട്ടയൻ ഇൻട്രൊഡ്യൂസിംഗ് മഞ്ജു വാര്യർ ആസ് താര എന്നാണ് പുതിയ വീഡിയോയ്ക്ക് ലൈക്ക പ്രൊഡക്ഷൻസ് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ. വേട്ടയന്റെ ആത്മാവിനെയും ഹൃദയത്തെയും പരിചയപ്പെടുത്തുന്നു എന്ന കുറിപ്പ് കൂടി ഇക്കൂട്ടത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന സൂചനയാണ് ഈ വീഡിയോയിൽ നിന്നും ലഭിക്കുന്നത്. മനസ്സിലായോ എന്ന ഗാനം വെറും ഒരാഴ്ച കൊണ്ട് യൂട്യൂബിൽ 20 മില്യൺ കാഴ്ചക്കാരെയാണ് നേടിയിട്ടുള്ളത്. മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലും ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഈ ഗാനം ഉള്ളത്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് കേരളത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഗാനവും ഇത് തന്നെയായിരുന്നു. രജനീകാന്തിന്റെ ഗാനം എന്നതിനൊപ്പം തന്നെ മഞ്ജു വാര്യരുടെ പെർഫോമൻസ് കൂടി ആരാധകരെ ഞെട്ടിക്കുകയായിരുന്നു. ഇപ്പോഴും ഇത്രയും എനർജറ്റിക് ആയി ജീവിക്കുന്ന മഞ്ജു വാര്യരെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഗാനത്തിന് ലഭിച്ചത്. സമാന രീതിയിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ ക്യാരക്ടർ റിവീലിംഗ് വീഡിയോയ്ക്ക് താഴെയും കമന്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ ഗാനം റിലീസായപ്പോൾ മുതൽ കടും ചുവപ്പ് സാരിയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് തലൈവരോടൊപ്പം ചുവട് വെക്കുന്ന മഞ്ജു വാര്യരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി. ലിറിക്കൽ വീഡിയോ മാത്രമാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ച് ഡാൻസ് പോർഷൻസ് മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. അത് തന്നെ ആരാധകർക്ക് ധാരാളമാണ് എന്ന കമന്റുകളാണ് വന്നത്. മഞ്ജു വാര്യരുടെ നൃത്ത ചുവടുകളെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകൾ യൂട്യൂബിലുണ്ട്. രജനീകാന്തിനോടൊപ്പം ഈ ഗാനരംഗത്ത് അനിരുദ്ധ് രവിചന്ദറും പ്രത്യക്ഷപ്പെട്ടിരുന്നു. രജനീകാന്ത് സ്യൂട്ടിലെത്തുമ്പോൾ കസവും മുണ്ടും ഷർട്ടും ധരിച്ചാണ് അനിരുദ്ധ് എത്തിയത്. ഇരുവരും ചേർന്ന് ചുവട് വെക്കുന്ന രംഗവും വൈറലായിരുന്നു. 27 വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തിന് വേണ്ടി അന്തരിച്ച ഇതിഹാസ ഗായകനായ മലേഷ്യ വാസുദേവന്റെ ശബ്ദം തിരികെ കൊണ്ടുവന്നിരിക്കുക കൂടിയായിരുന്നു ഈ ഗാനത്തിൽ. മലേഷ്യ വാസുദേവൻ അന്തരിച്ച് 13 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ഗാനം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിനൊപ്പം യുഗേന്ദ്രൻ വാസുദേവൻ, അനിരുദ്ധ്, ദീപ്തി സുരേഷ് എന്നിവരും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരുന്നത്. ചിത്രത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അമിതാഭ് ബച്ചൻ, തുഷാര വിജയൻ, കിഷോർ, ഋതിക സിംഗ്, GM സുന്ദർ, രോഹിണി, റാവോ രമേശ്, രമേശ് തിലക് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ജയ് ഭീം എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം സംവിധായകൻ ജ്ഞാനവേൽ ഒരുക്കുന്ന വമ്പൻ താരനിരയുള്ള ആക്ഷൻ എന്റർടൈനറാണ് വേട്ടയൻ. ഫേക്ക് എൻകൗണ്ടറുകളെ കുറിച്ചുള്ള വിഷയമാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട്. റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് ഈ സിനിമയിൽ എത്തുന്നത്. രജനീകാന്തിന്റെ 170ാം സിനിമയാണിത്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന വേട്ടയൻ ഒക്ടോബർ 10 തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാണ് റിലീസിനെത്തുക.